അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, ഇനി ജബ്ബാർ പറയുന്നൊരു കാര്യം, സൂറത്ത് അലക്ക് തുടക്കുന്നത് ഇഖ്റ ബിസ്മി റബ്ബിക്, നിൻ്റെ നാഥൻ്റെ നാമത്തിൽ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹം പറയുന്നത് മുഹമ്മദ് നബിക്ക് എഴുതാനും വായിക്കാനും അറിയുമായിരുന്നില്ല. എഴുതാനും വായിക്കാനും അറിയാത്ത ഒരാളെടുത്ത് ചെന്നിട്ട് വായിക്കണം എന്ന് പറയുന്നത് എന്തർത്ഥമാണുള്ളത് എന്നാണ്. ഇത് കേട്ടാൽ തോന്നുന്ന ജബ്ബാർ പറഞ്ഞത് ഒരു യാഥാർത്ഥ്യം തന്നെയല്ലേ, വസ്തുത തന്നെയല്ലേ എന്നാ. യഥാർത്ഥത്തിൽ ഇവിടെ രണ്ട് സംഗതിയാണ് ഖുർആൻ ഉദ്ദേശിക്കുന്നത്. ഖുർആൻ എന്ന് പറയുന്നത് മുഹമ്മദ് നബിയോട് മാത്രമുള്ള ആഹ്വാനമല്ല. മുഹമ്മദ് നബിക്ക് എന്തുകൊണ്ട് എഴുത്തും വായനയും അറിഞ്ഞില്ല, അത് വളരെ വ്യക്തമായി തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ചരിത്രവും അത് രേഖപ്പെടുത്തിയിട്ടുള്ള സംഗതിയാണ്. അത് മുഹമ്മദ് നബിയുടെ സത്യസന്ധതയുമായി അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വത്തിൻ്റെ അമാനുഷികമായ മുഅ്ജിസത്തിൻ്റെ ഒരു ഭാഗമായി കൂടിയുള്ള ഒരു സംഗതിയാണ് അദ്ദേഹത്തിന് എഴുത്തും വായന അറിയില്ലാണത്. അപ്പോൾ മൊത്തം സമൂഹത്തോടുള്ള ഒരു ആഹ്വാനത്തിൻ്റെ ഭാഗം എന്നുള്ളവർക്കാണ് ഓരോ മനുഷ്യനും ഖുർആൻ വായിക്കേണ്ടത്. ഖുർആൻ എന്നോട് സംസാരിക്കുന്നു എന്നുള്ളവർക്ക് അങ്ങനെ വായിക്കുമ്പോൾ ഓരോ മനുഷ്യനോടുള്ള നിർദ്ദേശമാണ്, നീ വായിക്കണം. പിന്നെ ഈ വായന എന്ന് പറയുന്നത് ഏതൊക്കെ രൂപത്തിലുണ്ട് എന്നതും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സംഗതിയാണ്. എഴുത്തും വായനയും അറിഞ്ഞ് പുസ്തകത്തിൽ നോക്കി വായിക്കുക, ഇതിന് മാത്രമാണോ വായന എന്ന് പറയാം? അങ്ങനെയാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം വായന പല രീതിയിലുണ്ട്. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, വരികൾക്കിടയിൽ വായിക്കുക. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? അവിടെ വരികൾക്കിടയിൽ വേറൊരു വരിയിൽ എഴുതി ചേർത്ത സംഗതി വായിക്കാമെന്നല്ല. അവിടെ വരികൾക്കിടയിൽ ഈ വരികളിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ട സംഗതി എന്താണെന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ള ആ വായന എന്ന് പറയുന്നത് പുസ്തകത്തിൽ നോക്കിയിട്ടുള്ള വായനയല്ല, മറ്റൊരു രീതിയിലുള്ള വായനയാണ്. ഇനി വായന എന്ന് പറയുന്നത് ഖറഅ എന്ന് പറയുന്നതിന് മറ്റൊരു തലം കൂടിയുള്ളത് ഖറഅ മിൻ ഹിഫ്ളിഹി എന്ന് അറബിയിൽ പറഞ്ഞാൽ മനപ്പാഠം വായിക്കുക എന്ന് പറയും. ഇവിടെ ഒരാൾക്ക് ഇങ്ങനെ വായിക്കണം എന്നുണ്ടെങ്കിൽ അയാൾ മനപ്പാഠമാക്കുന്ന ഒരു സംഗതി അത് വായിച്ചെടുക്കുക എന്നുള്ളതിന് പറയാം. അതിലൊക്കെ മുമ്പായിട്ട് മനസ്സിലാക്കേണ്ടത് യാതൊരു അറിവുമില്ലാത്ത വായനയുടെ യാതൊന്നുമില്ല എന്ന് പറഞ്ഞൊരു സംഗതി മനപ്പാഠമായി പോലും ഇല്ലാത്ത ഒരു മനുഷ്യനോടാണ് ഇവിടെ വായിക്കണം എന്ന് പറയുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കൗതുകകരമായിട്ടുള്ള സംഗതിയുണ്ട്. അപ്പോൾ ഈ മനുഷ്യനിൽ ഒളിഞ്ഞു കിടക്കുന്ന അദ്ദേഹത്തിന് അള്ളാഹു നൽകാൻ പോകുന്ന വിശുദ്ധ ഖുർആനിൻ്റെ തുടർന്നങ്ങോട്ടുള്ള വായന അദ്ദേഹം ശീലിക്കേണ്ടതുണ്ട്, സാധ്യമാക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തിന് നൽകുന്ന നിർദ്ദേശം കൂടിയാണ് ഈ ഇഖ്റ എന്ന് പറയുന്നത്. ഖറഅ അലൈഹി, ഖറഅ ഫീഹി, ഖറഅ മിൻഹു എന്നൊക്കെ അറബിയിൽ പ്രയോഗിക്കും. പുസ്തകത്തിൽ നോക്കി വായിക്കുക, മറ്റൊരാളെ വായിച്ച് കേൾപ്പിക്കുക, അതുപോലെ തന്നെ മറ്റൊന്നിൽ നിന്ന് വായിച്ചെടുക്കുക. അതാണ് ഹിഫ്ള്, മനപ്പാഠത്തിൽ നിന്ന് വായിച്ചെടുക്കുക എന്നൊക്കെ പറയുന്നത്. ഇനി ഇവിടെ ജബ്ബാർ ഇതിൻ്റെ തുടർച്ച എന്നുള്ളവർക്ക് ജബ്ബാർ പറയുന്നൊരു സംഗതി, ഇത് മനുഷ്യനോട്, മുസ്ലിങ്ങളോട് വിശേഷിച്ചും പഠിക്കാൻ ആഹ്വാനം ചെയ്യുകയാണ് എന്ന് വാദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹം വിജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ എല്ലാ കാലത്തും പിന്നിലായിരുന്നു എന്ന ഒരു ആരോപണം മുസ്ലിങ്ങൾക്കെതിൽ ജബ്ബാർ ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചരിത്ര പരിജ്ഞാനത്തെയാണ് അത് കുറിക്കുന്നത്. അദ്ദേഹം ചരിത്രത്തിലൊക്കെ വലിയ അവഗാഹം നേടിയിട്ടുള്ള, അതിൽ PhD അതിൻ്റെ ശേഷമുള്ള പോസ്റ്റ് PhD ഒക്കെ നേടിയിട്ടുണ്ടാവുമെന്നാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുസ്ലിം സമൂഹത്തെ അതിൻ്റെ ആരംഭം തൊട്ട്, അതായത് ഹിജ്റയുടെ ശേഷമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ ശേഷമുള്ള കാലം തൊട്ടുള്ള ഇസ്ലാമിക ചരിത്രം മനസ്സിലാക്കുന്ന ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യനും പറയാൻ ധൈര്യപ്പെടാത്ത ഏറ്റവും വലിയ നുണ
എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സംഗതിയാണ് ഇവിടെ ജബ്ബാർ പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാമിക സമൂഹം വരുന്നതിന് മുമ്പ് ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു, ഇസ്ലാം വന്നതിൻ്റെ ശേഷം വൈജ്ഞാനിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള വളർച്ച, കുതിച്ചുചാട്ടം അത് എത്രത്തോളം ഉണ്ടായിരുന്നു, ഇതൊക്കെ ചരിത്രം അറിയുന്ന ആളുകൾക്ക് അറിയാവുന്ന ഒരു സംഗതിയാണ്. അതിൽ തന്നെ അതിൻ്റെ പ്രാഥമിക പരിപാടി തുടങ്ങിയിട്ടുള്ളത് ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറയുടെ 2ാമത്തെ വർഷം ബദർ യുദ്ധത്തിൽ ശത്രുപക്ഷത്ത് നിന്ന് പിടികൂടിയിട്ടുള്ള ആളുകളെ മദീനയിൽ കൊണ്ടുവന്ന് ബന്ധിതരായി അവിടെ താമസിച്ച ഘട്ടത്തിൽ അവരെ വിട്ടയക്കാനുള്ള ഉപാധിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ചത് എന്തൊക്കെയായിരുന്നു? ഒന്ന്, സാമ്പത്തിക ശേഷിയുള്ളവരാണെങ്കിൽ അവർ സമ്പത്ത് നൽകി മോചനദ്രവ്യം നൽകി മോചിതരാവാം. ഇനി അങ്ങനെ മോചനദ്രവ്യം നൽകാൻ സാധ്യമല്ലാത്തവർ മദീനയിലെ 10 കുട്ടികൾക്ക് എഴുത്തും വായനയും പഠിപ്പിക്കാം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ച ഉപാധി. അപ്പോൾ പാഠശാല എന്ന ഒരു രീതി അറേബ്യയിൽ ആ കാലത്തില്ല. ഇവിടെ പാഠശാല ആദ്യമായിട്ട് തുടങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മദീനയിലെ കുട്ടികൾക്ക് എഴുത്തും വായനയും പഠിപ്പിക്കുക. ഇതിലൂടെ മറ്റൊരു സംഗതിയും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. വിജ്ഞാനം നേടുന്ന കാര്യത്തിൽ എത്ര വിശാലമായ കാഴ്ചപ്പാടാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളതെന്നാണ്. ഈ ബന്ധിതരായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും ശത്രുക്കളാണ്. സ്വാഭാവികമായിട്ട് ഈ മുസ്ലിം കുട്ടികളുടെയും ശത്രുക്കളായിരിക്കുമല്ലോ അവർ. എന്നാൽ ശത്രുവിൻ്റെ ഭാഗത്ത് നിന്ന് പോലും വിജ്ഞാനം നേടാം എന്നതാണ് ഈ എഴുത്തും വായനയും നടപ്പിൽ വരുത്തുന്നതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ ഹിക്മത്തു ളാല്ലത്തുൽ മുഅ്മിൻ, വിജ്ഞാനം എന്നത് വിശ്വാസിയുടെ കളഞ്ഞുപോയ സ്വത്താണ്. അന്നാ വജദഹ യൽതഖിതുഹ, അത് എവിടെ വെച്ച് കണ്ടെടുക്കാൻ കഴിയുമോ അവിടെ വെച്ച് അവൻ കണ്ടെടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എഴുത്തും വായനയും അതിന് പ്രാരംഭം കുറിച്ചിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ, അവർ പിന്നീട് ലോകത്ത് വരുത്തി വച്ചിട്ടുള്ള വൈജ്ഞാനികമായിട്ടുള്ള മുന്നേറ്റം അത് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് അത് ചരിത്രം നമ്മൾക്ക് പറഞ്ഞു തരുന്ന ഒരു സംഗതിയാണ്. അത് നമ്മൾക്ക് ഇൻഷാ അല്ലാഹ് വരുന്ന എപ്പിസോഡുകളിൽ കേൾക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.